അതിന്റെ പൊന്നാര മുത്തുമണികളെ എങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ഒരു നോക്കാൻ ആളില്ലാതെ കിടക്കുന്ന ഒരു 4 ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ടോ. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തോടാണ് അതിര് വരുന്നത്. ഇങ്ങോട്ട് കണ്ടില്ല നിങ്ങള്. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കണം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളി. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടെ. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് ഞങ്ങളെ നമ്പറായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കട്ടോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോളേ നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി എന്ന് പറഞ്ഞതാണ്. ഇതാണ് വഴി. ജീപ്പ് അങ്ങനെയുള്ള വണ്ടികളാണ് ഇപ്പോൾ നിലവിലിപ്പോൾ വരിക. പിന്നെ നമ്മളെ പറമ്പിൻ്റെ അതിരിതാണ് ഇവിടുന്ന് തുടങ്ങുക കേട്ടോ. കുറച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്. നോക്കാനൊക്കെ ആളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഇതായിട്ട് കിടക്കുക. കാടൊക്കെ വെട്ടിയിട്ട് കുറച്ച് കാലങ്ങളായി. പിന്നെ അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ വരാനുള്ള സൗകര്യത്തിനുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് പറമ്പിൻ്റെ ഫ്രണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഒരു വീടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ഓരോന്നായിട്ട് കാണാം. പിന്നെ ഫാം ഈ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഫാമൊക്കെ തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നു. ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഫാമൊക്കെ തുടങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയാണ് കേട്ടോ. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഫാമിന് പറ്റിയ അനുയോജ്യമായുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ട്. വീടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് റബ്ബറുകളുണ്ട്, പറമ്പിൻ്റെ സൈഡിൽ കൂടെയുള്ള ചെറിയൊരു തോടുണ്ട്, പിന്നെ വറ്റാത്ത വെള്ളമുള്ള കുളമുണ്ട്. ഇന്ന് വേണ്ട ഒരുവിധ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് ഉണ്ട്. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടിട്ട് പോകാം. അപ്പൊ നമ്മൾ പ്ലോട്ടൊക്കെ കയറി നോക്കിയാണ് നിങ്ങള്. ഇപ്പൊ ഇതിനകത്ത് ഒരു 400ഓളം റബ്ബറുകൾ കിട്ടും. 414 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറുകളാണ്. ഇതിപ്പോ നമ്മളെ റോഡ് സൈഡിനുള്ള മരങ്ങളാട്ടോ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒക്കെ അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങൾ തന്നെയാണ് കേട്ടോ. അതൊക്കെ കണ്ടില്ല നിങ്ങള്, നല്ല വണ്ണുണ്ട് കേട്ടോ. ഒക്കെ 414 ഇനത്തിൽ പെട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ നോക്കിയാൽ അധികം ടാപ്പിങ്ങോ കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും ആയിട്ടില്ല. പിന്നെ ആ ടാപ്പിംഗ് ആക്കിയ ഭാഗം തന്നെ നല്ല ഫിനിഷ് ആയിട്ടാണ് ആക്കിയിട്ടുള്ളത്. അധികം മുഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോ ഇതാക്കണം ഇതിന്റെ ബാക്കി ബാലൻസ് ഭാഗം അങ്ങോട്ട് റോഡിന്റെ മേലേക്കും റബ്ബറുകൾ ഉണ്ട്. പിന്നെ കുറെ കവുങ്ങുകളൊക്കെ ഉണ്ട് അല്ലേ. മേലേക്ക് കുറച്ച് വണ്ണം കുറവുള്ള മരങ്ങളുണ്ട്. ചെറുതും വലുതും ആയിട്ട് എല്ലാം പാടെ ഒരു 400ഓളം റബ്ബറുകളാണ് ഇതിനകത്തുള്ള കേട്ടോ. ഒക്കെ നല്ല പാല് കിട്ടുന്ന മരങ്ങളാണ്. പിന്നെ ഇതാക്കണം നമുക്ക് ഇവിടെ തന്നെ കാണാം. നമുക്ക് കവുങ്ങ് കുറെ വലിയ കവുങ്ങ്, അതുപോലെ ചെറിയ തൈ കവുങ്ങ് ആയിട്ടൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളത്തിന്റെ സൗകര്യത്തിന് പറ്റാത്ത വെള്ളമുള്ള ഇത് കണ്ടില്ല നിങ്ങള്, ഒരു മോട്ടോർ പേരയാണ് ആണല്ലേ. വെള്ളമൊക്കെ അടിക്കാനുള്ള സൗകര്യത്തിന് ഒരു മോട്ടോർ പേരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ ഇതിനകത്തുള്ള ഈ ഒരു പറമ്പിലുള്ള കുളം ഉണ്ടല്ലോ നിങ്ങൾ. വറ്റാത്ത വെള്ളമുള്ള കുളമാണ്. പിന്നെ കുറച്ച് ഇത് ആളൊക്കെ ഇല്ലാത്തതുകൊണ്ടാട്ടോ അപ്പം ഇങ്ങനെ കിടക്കുന്നത്. കുറച്ച് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫാമൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വെള്ളത്തിന് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടോ ഒരു ക്ഷാമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. 365 ദിവസം ഇതാണ് ഇതേമാതിരിക്ക് വെള്ളം കിട്ടും. പിന്നെ നമ്മളെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടെങ്കിൽ തോടാണ് ഒഴുകുന്നത്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ക്ഷാമോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇതിന് മുന്നേ ഇതിനകത്ത് കോഴി ഫാമും അതുപോലെ തന്നെ പന്നി ഫാമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്ലോട്ടാണ്. അപ്പൊ നമ്മളിപ്പോ കുളമൊക്കെ കണ്ടില്ലേ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ വരുന്ന വഴിയിലാണ് നോക്കിയാൽ ഫുള്ള് കൃഷികളാട്ടോ. കവുങ്ങുണ്ട്, വാഴ ഉണ്ട്, അതുപോലെ കുരുമുളകെല്ലാം കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട കൃഷി സാധനങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ കപ്പ, ചേന, ചേമ്പ്, ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ മരങ്ങൾ അതൊക്കെ നട്ട് പിടിപ്പിക്കാം നമുക്ക്. പിന്നെ നമ്മൾ മുട്ടിന് വീടുകളില്ലാന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇടയ്ക്ക് കുറച്ച് വീടുകളേ ഉള്ളൂ. ഒക്കെ എല്ലാവർക്കും 2 ഏക്കറും 4 ഏക്കറും 10 ഏക്കറൊക്കെ ആയിട്ട് ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇതാക്കുന്ന ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ തോടിന്റെ അങ്ങനെയുള്ള വീടുകളുള്ളൂ. ഈ തോടിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞ അങ്ങോട്ട് വേറെ ആൾക്കാരുടെ സ്ഥലം. അപ്പൊ അവിടെ ഒരു വീടുണ്ട്. അപ്പൊ അവരുടെ സ്ഥലമാണിത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമുക്കുള്ള ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പം ആ ഒരു ഏക്കർ കണക്കിനുള്ള സ്ഥലത്തിന്റെ അതിന്റെ ഏതെങ്കിലും ഒരു മൂലയിലാ പോലെ വീടുണ്ടാകുക. മേലെയാണ് കേട്ടോ വീടുള്ളത്. ആ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഉണ്ടല്ലോ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. മൊത്തത്തിലൊന്ന് നമുക്ക് പോയി വിശദമായി കാണിച്ചു തരാം. സ്ഥലങ്ങൾ ഒരുപാട് നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യട്ടോ. ഒരുപാട് വീഡിയോകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്വർഗ റിയൽ എസ്റ്റേറ്റിൻ്റെ ചാനലിൽ വില കൂടിയതും വില കുറഞ്ഞതും എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ നമ്മളെ ചാനലിൽ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡുള്ളതുണ്ട്, കണ്ണൂരിട്ടത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. ഒരുവിധം വീഡിയോക്കകത്തൊക്കെ നമ്മൾ ഓണർമാരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓണർമാരുമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓണറുടെ നമ്പർ ഇല്ലാത്തതിന് മാത്രം നമ്മൾ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. കണ്ടില്ല നിങ്ങൾ ഇവിടെത്തി. പിന്നെ ഇത് കണ്ടില്ല നിങ്ങൾ ഒരു പശുത്തൊഴുത്തായിരുന്നു. പശുവിനൊക്കെ വളർത്താൻ പാകത്തിന് ഇനി ചെറിയൊരു മേൽക്കൂരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പശുവിനൊക്കെ വളർത്താനുള്ള സൗകര്യത്തിന് ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫുള്ള് വീട് അങ്ങനെ കാണാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു 4 ബെഡ്റൂമൊക്കെ ഉള്ളൊരു സാധാ ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ്. കുറച്ച് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു സൂപ്പർ വീട് തന്നെയാണ് കേട്ടോ. ഉണ്ടല്ലേ.
അവരിപ്പോൾ ഏകദേശം 1 വർഷമായി ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരു അല്ലേ, നല്ല കുഴപ്പമില്ലാത്തൊരു വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോളേ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ബളാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീടും സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ നമ്മൾ ഇപ്പം മേലെ തോട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ടില്ല നിങ്ങൾ, ഇതേപോലത്തെ റബ്ബറുകളാണ് മേലോട്ട് ഫുള്ളുള്ളത് കേട്ടോ. കുറേ അതുവരെ ഉണ്ട്. മൊത്തം 4 ഏക്കർ പ്ലോട്ടാണുള്ളത്. പിന്നെ ഇങ്ങോട്ട് വാ, ഇവിടെ കുറച്ച് ഇത് കണ്ടില്ലേ, കുറേ തേക്ക് അങ്ങനെയുള്ള കുറേ കാട്ടുമരങ്ങളുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, തേക്കുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ കുറേ മരങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട്. തെങ്ങുണ്ട്, തെങ്ങുകൾ ഏകദേശം ഒരു 10-40ഓളം തെങ്ങുകളുണ്ട്. പിന്നെ ആ ഒരു കാണുന്ന ഷെഡ് കണ്ടങ്ങൾ, അത് കോഴി ഫാമൊക്കെ ഇവിടെ നടത്തി. ഇവിടെ നിന്ന് ഇങ്ങനെ ലെവലായിട്ടൊരു കോഴി ഫാം ഉണ്ടായിരുന്നു. കോഴി ഫാം ഇപ്പോൾ നിലവിലില്ല. അത് അതിനകത്ത് പണിക്കാർക്കൊക്കെ താമസിക്കാൻ പാകത്തുള്ള ഒരു ചെറിയ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നിലവിൽ ഇപ്പോൾ നിങ്ങളൊരു ഫാമൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഷെഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ നമുക്ക് കോഴി ഫാമായിട്ട് വേറെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. കുറച്ച് കാട് പിടിച്ച് വെക്കണോണ്ട് നമുക്ക് മൊത്തത്തിൽ കാണിച്ചു തരാനുള്ള ഇപ്പോൾ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു പ്ലോട്ട് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ബളാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. പാർട്ടീന് ഇതിൻ്റെ ഓണർ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും 10 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ സ്ഥലങ്ങൾ ഇപ്പോൾ പുറത്തുനിന്നൊക്കെയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ വരുമ്പം 2, 3, 4 പ്ലോട്ടുകൾ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. 2 ഏക്കർ 70 സെൻറ്റ് സ്ഥലം 20 ലക്ഷം രൂപയ്ക്കും, അതുപോലെ തന്നെ ഒരു 2 ഏക്കർ പ്ലോട്ട് കാലി സ്ഥലം ഒരു 9 ലക്ഷം രൂപയുടെയും, അതുപോലെ ഒരു 5 ഏക്കറിനടുത്തുള്ള ഒരു പ്ലോട്ടിന് ഏകദേശം ഒരു 25 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്ന പ്ലോട്ടുകൾ ഒരുപാട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഏക്കർ 20 സെൻറ്റ് സ്ഥലത്തിന് 12 ലക്ഷം രൂപ ചോദിക്കുന്ന അതിനകത്ത് വീടൊക്കെ ഉള്ള ഒരു പ്ലോട്ടും, അങ്ങനെയുള്ള ഒരുപാട് പ്ലോട്ടുകൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വില കുറഞ്ഞതും വില കൂടിയതുമായിട്ടുള്ള പ്ലോട്ടുകൾ. അപ്പോൾ ഇതൊക്കെ കാണണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറായ 98 95 18 18 86 എന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് വിളിച്ചോളി വരിക. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.